അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്ലാസിന്റെ ഇടയിൽ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ നഖസ മാലും മിൻ സ്വദഖത്തിൻ, ധർമ്മത്തിനാൽ സമ്പത്ത് ചുരുങ്ങി പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ചോദിച്ചല്ലോ, ധർമ്മം കൊടുത്താൽ പൈസ കുറഞ്ഞു പോകും ഉസ്താദേ. അപ്പം ആ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് വന്നൊരു ഉദാഹരണം അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ധർമ്മം കൊണ്ട് സമ്പത്ത് ചുരുങ്ങി പോകില്ല എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമായിട്ട്, ഒരു കിണർ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കിണറുണ്ടാവും, ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും കിണറുണ്ടാവും. ഈ കിണർ കുഴിച്ചത് മുതൽക്ക് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നാം കിണർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ പോലും നമ്മൾ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഈ കിണറ്റിൽ നിന്ന് ദിവസവും നമ്മൾ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, എത്രയോ ദിവസങ്ങളായി ഉപയോഗിക്കുന്നു, എത്രമാത്രം വെള്ളം നമ്മൾ അതിൽ നിന്ന് ഉപയോഗിച്ചു. പക്ഷേ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരു കുറവ് കിണറ്റിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ കുറച്ച് കൂടുതൽ ഉപയോഗിച്ച് നേരിച്ച് വലിയൊരു കുറവ് കിണറ്റിൽ വരില്ല എന്ന് മാത്രമല്ല, എന്ന് വെച്ചാൽ സംഗതി കുറയുന്നില്ല എന്നല്ല ഞാൻ വെച്ചാൽ ആ കുറവ് പരിഹരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് രണ്ട് കിണർ കുഴിച്ചു നോക്കി. കിണർ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു കിണറ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നു, മറ്റേ വെള്ളം ഉപയോഗിക്കുന്നേ അല്ല. രണ്ട് തൊട്ടടുത്തുള്ള കിണർ, ഒന്നിൽ നിന്ന് സ്ഥിരമായി വെള്ളം ഉപയോഗിക്കുന്നു, മറ്റൊന്നും ഉപയോഗിക്കുന്നേ അല്ല. നമ്മളങ്ങനെ ഒരു കൊല്ലം നമ്മൾ ഒന്നിൽ നിന്ന് സ്ഥിരമായി ഉപയോഗിച്ചു, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് നോക്കിയാലും രണ്ടിനും വെള്ളം തുല്യമായിരിക്കും. രണ്ടിനും വെള്ളം ഒരുപോലെ ആയിരിക്കും. ഉപയോഗിച്ച് വെള്ളം കോരിയെടുത്ത കിണറ്റിൽ വെള്ളം ചുരുങ്ങിയിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഈ കോരി ഇതിന്റെ പേരിൽ വെള്ളം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ വെള്ളം ചുരുങ്ങിയിട്ടുണ്ടാവില്ല. കാലാവസ്ഥയുടെ പ്രതിസന്ധി കൊണ്ടും മറ്റൊക്കെ ചുരുങ്ങിയിട്ടുണ്ടാകുമ്പോൾ അത് രണ്ടിലും ചുരുങ്ങിയിട്ടുണ്ടാവും. അതേ സമയത്ത് തീരെ വെള്ളം കോരാതെ ഒരു തുള്ളി വെള്ളം പോലും എടുക്കാതെ വെച്ച കിണറ്റിലും വെള്ളം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും വെള്ളം ഉണ്ടാവുക. ഇതുപോലെയാണ് ധർമ്മം എന്ന് വെച്ചാൽ, ധർമ്മം കൊണ്ട് ഇങ്ങനെ താൽക്കാലികമായിട്ടൊരു പക്ഷേ നമ്മളുടെ കയ്യിൽ 1000 രൂപ ധർമ്മം കൊടുക്കുമ്പോൾ 1000 രൂപ കുറഞ്ഞു തോന്നിയെങ്കിലും അത് വൈകാതെ പരിഹരിക്കപ്പെട്ടു പോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ നഖസ മാലു മിൻ സ്വദഖത്തിൻ, ധർമ്മത്തിനാൽ മാത്രം, ധർമ്മം കൊണ്ട് മാത്രം സമ്പത്ത് അങ്ങ് ചുരുങ്ങി പോവുക എന്നത് ഇല്ല. സമ്പത്ത് ധർമ്മം കൊണ്ട് അങ്ങനെ ചുരുങ്ങി പോവുകയില്ല. അതിന് ഉടനെ അള്ളാഹു മറ്റൊരു വഴിയിൽ അതിനെ പരിഹരിച്ചു കൊടുക്കും. അപ്പൊ ധർമ്മം കൊണ്ട് മാത്രം സമ്പത്ത് ചുരുങ്ങി പോകില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മനസ്സിലാകാൻ നമുക്ക് ഈ കിണറിന്റെ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ധർമ്മം കൊണ്ട് ഒരാളുടെ സമ്പത്ത് ഒരിക്കലും ചുരുങ്ങി പോവുക, ഒന്നടങ്കം ഇല്ലാണ്ടായി പോകുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവുകയില്ല. അപ്പൊ അത് പെട്ടെന്ന് ഉടനടി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിണറിന്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പോ കിണറിന്റെ ഉറവിടം അത് മണ്ണാണ്, ധർമ്മം സമ്പത്തിന്റെ ഉറവിടം അത് അള്ളാഹു പല വഴിയിലൂടെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം ഈ ഒരു വിഷയം മനസ്സിലാക്കുകയും നമ്മളുടെ ധർമ്മത്തിൽ നമ്മളെ കൊണ്ട് ഉള്ളതിനനുസരിച്ച് കഴിവിന്റെ പരമാവധി ഓരോന്നിന്റെയും പ്രാധാന്യം അനുസരിച്ച് ധർമ്മം നാം നൽകിക്കൊണ്ടിരിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമ്പാദിക്കുകയും ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തരായി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടി, ഒരു നന്മക്ക് വേണ്ടി കൊടുത്താൽ അടുത്ത പ്രാവശ്യം കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുമാണ് പൊട്ടന്മാരാകുന്നത്, നമ്മളാണ് മണ്ടന്മാരാകുന്നത്. നമ്മുടെ ഈ ധർമ്മം എന്താണോ നാം ധർമ്മം നൽകുന്നത്, ആ ധർമ്മം അതാണ് നാളെ നമുക്ക് നമ്മുടെ സമ്പത്തായിട്ട് പരലോകത്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ മറ്റുള്ള രൂപത്തിൽ ചെലവഴിച്ചതൊക്കെ അത് നമുക്ക് ഒരു പക്ഷേ നമ്മുടേതായിട്ട് വന്നുകൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു വെച്ച ലക്ഷങ്ങളും കോടികളും ഒക്കെ നമ്മുടെ പിൻഗാമികൾ അവരുപയോഗിക്കും, അതും നമ്മുടേത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തം എന്ന് പറയണമെങ്കിൽ നാം ധർമ്മം കൊടുത്തതും നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതുമാണ്. അള്ളാഹു നന്മയിലായി ധാരാളം ചെലവഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.